ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ച് ഉണ്ടാക്കിയ കുറച്ച് ചെടികളാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ചെടിച്ചട്ടീൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിയതായിരുന്നു. ചെടിച്ചട്ടിയിലൊക്കെ നിറയെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. നല്ല ഉറപ്പുള്ള പുല്ലാണ്, കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ പറിക്കാനൊന്ന് നോക്കിയതായിരുന്നു, അതങ്ങനെയൊന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും കത്തിയൊക്കെ ഉപയോഗിച്ച് പറിക്കേണ്ടി വരും. കൂട്ടുകാരെ, ഇത് ആത്തപ്പഴമാണ്. ആത്തപ്പഴം ചില സ്ഥലങ്ങളിൽ നെയ്നാമ്പഴം എന്നും സീതപ്പഴം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ മരവും ഞാൻ വിത്തിട്ട് മുളപ്പിച്ച് വലുതാക്കിയൊരു മരമാണ്. ഇതിൽ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല മധുരമുള്ളതായിരുന്നു. ഇത് മൂത്തിക്കില്ല, ഇനിയും സമയമെടുക്കും ഇത് മൂക്കാൻ. നല്ല മധുരമുള്ളൊരു പഴം തന്നെയാണിത്. ഇത് കഞ്ഞിക്കൂർക്കലാണ്, ചില സ്ഥലങ്ങളിൽ പനിക്കൂർക്ക എന്ന് പറയും. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. നമുക്ക് ജലദോഷമൊക്കെ പിടിച്ചാൽ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നീര് ഒന്ന് വാട്ടിയിട്ട്, ഈ ഇല ഒന്ന് വാട്ടിയിട്ട് നീരെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ നല്ല കഫക്കെട്ടിനൊക്കെ ഭയങ്കര നല്ലൊരു ഔഷധമാണ്. ഇതേ നല്ലോണം ഉണ്ട്. ഇതിലും കൂടുതലുണ്ടായിരുന്നു, പിന്നെ കാട് പോലെ ആയിട്ട് കുറച്ചൊക്കെ പോക്കിക്കളഞ്ഞതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ നട്ടുണ്ടാക്കിയ മൈലാഞ്ചിയാണ്. മൈലാഞ്ചി കണ്ടോ, ഇതേ നല്ല ഇപ്പം വെട്ടിക്കൊടുത്തിട്ട് നല്ല തളിരില വന്നിട്ടുണ്ട്. തളിരില കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതും നല്ല വലിയൊരു മരം തന്നെ ആയിട്ടുണ്ട്. ഇതും ഞാൻ വിത്തിട്ട് മുളപ്പിച്ചുണ്ടാക്കിയൊരു മുളക് തൈയാണ്. പക്ഷേ ഇതിൽ നിറയെ മുളകൊന്നും ഉണ്ടായിട്ടില്ല. കുറേ കാലമായി ഇതൊരു അരണ്ട് കിടക്കായിരുന്നു. ഇപ്പം ഇതേ ഒരു 2-3-4 മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് ചീരോ പറങ്കിയാണ്. ഇത് നമ്മുടെ ചതുരപ്പുളിയുടെ മരമാണ്, സ്റ്റാർ ഫ്രൂട്ട്. ഇതും ഞാൻ ഒരു 10 വർഷം മുമ്പ് ഞാൻ വിത്തിട്ട് മുളപ്പിച്ച് കുഴിച്ചിട്ട മരമാണ്. ഇത് വളരെ വലുതായിരുന്നു. വലിയ മരമായിട്ട് നമ്മളിങ്ങനെ വെട്ടിക്കളിയലായിരുന്നു. വെട്ടി വീണ്ടും അത് മുളച്ച് വരും. ഇതിൽ ഒരുപാട് കായുണ്ടായ മരമാണ്. ഇതിൽ ഇപ്പോൾ മൊട്ടൊന്നും ഇട്ടിട്ടില്ല, ഇനി ഇതിൻ്റെ സീസൺ ആവുന്നേ ഉള്ളൂ. ഇത് നല്ല തണൽ മരമാണ്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്, നല്ല സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ചവർപ്പ് ചുവ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇത് തുളസിയാണ്. ഇത് നമ്മുടെ മുറ്റത്തുണ്ടായ തുളസിയാണ്.